Welcome to my channel MB for Multibagger. Disclaimer: I'm not a registered analyst. This video is intended to purely education purpose. Any interest, please do with your own due diligence or consult with your financial advisors. നമ്മൾ ഇന്നൊരു കമ്പനിയെ പരിചയപ്പെടുന്നത് മൊണാർക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ലിമിറ്റഡ്. ഇറ്റ്സ് എ ഡൈവേഴ്സിഫൈഡ് ഫിനാൻഷ്യൽ സർവീസ് എൻറ്റിറ്റി ആണ്. ഫോക്കസ്ഡ് ഓൺ റീറ്റെയിൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിംഗ് നമ്മുടെ ഏഞ്ചൽ വൺ സൊറോദോ പോലുള്ള ബ്രോക്കിംഗ് ഫേമിൽ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, വെൽത്ത് മാനേജ്മെന്റ്, PMS സർവീസുകളൊക്കെയാണ് ഇത് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്. ഫിനാൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കമ്പനി ഹാസ് ഷിഫ്റ്റഡ് ഫ്രം സ്റ്റാഗ്നേഷൻ ഒരു 2016-20 5 വർഷത്തെ കാലയളവിൽ കമ്പനി സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് ഗ്രോത്ത് ഓഫ് പ്രോഫിറ്റ് ആ ഒരു കാലയളവിൽ കമ്പനി വിറ്റ്നസ് ചെയ്തിട്ടില്ല. ബട്ട് സിഗ്നിഫിക്കന്റ് പ്രോഫിറ്റബിൾ ഗ്രോത്ത്, അതായത് 2021 ഫിനാൻഷ്യൽ ഇയർ പോസ്റ്റ് കോവിഡ് തൊട്ടിട്ട് കറണ്ട് പ്രസന്റ് വരെ ഉള്ള ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കമ്പനി കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അവർ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എക്സ്പാൻഷൻ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ മാർജിൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഡീൽസ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരഡൈം ഷിഫ്റ്റ് അവരുടെ ഓപ്പറേഷൻ രീതിയിൽ ഹൈ മാർജിനിലേക്കും വൈഡ് റേഞ്ച് ഓഫ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ അവർ മേക്ക് ചെയ്തിട്ട് കമ്പനി അതിൻ്റെ ഹൈ മാർജിൻ പ്രൊഡക്റ്റും സർവീസിലേക്ക് അവർ ചേഞ്ച് ചെയ്തതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കീ ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സമ്മറി നമ്മൾ എടുക്കുകയാണെങ്കിൽ, സെയിൽസ് ഹാവ് ഗ്രോൺ അറ്റ് CAGR ഓഫ് 25%. 25% CAGR 10 വർഷത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ FY 15 to 20 വരെ 5 വർഷത്തോളം CAGR അത്ര മികച്ചതായിരുന്നില്ല. അപ്പോൾ ടോട്ടൽ 10 ഇയർ എടുക്കുമ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ 54.32% CAGR ആണ് സെയിൽസ് ഉണ്ടായിരിക്കുന്നത് ലാസ്റ്റ് 5 ഇയേഴ്സ് എടുക്കുമ്പോൾ. ദാറ്റ് മീൻസ് ടോട്ടൽ 10 ഇയേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ 25 ഉള്ളെങ്കിൽ പോലും ലാസ്റ്റ് 5 ഇയേഴ്സിൽ 54% കൂടുതൽ സെയിൽസ് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. വിത്ത് പ്രോഫിറ്റബിലിറ്റി ഈവൻ സീയിങ് ഹയർ ഗ്രോത്ത് റേറ്റ്സ്. അത് പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ സെയിൽസ് മാത്രമല്ല 54% ഗ്രോ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ CAGR പ്രോഫിറ്റിൽ എടുക്കുകയാണെങ്കിൽ 64.84%, ഓൾമോസ്റ്റ് 65% പ്രോഫിറ്റ് CAGR കൂടിയിട്ടുണ്ട്. ഐ എം നോട്ട് ടെല്ലിംഗ് ഒരു എന്താ പറയുക 1 ഇയറിലെ പ്രോഫിറ്റ് അല്ല 65%. കഴിഞ്ഞ 5 വർഷത്തെ CAGR കോമ്പൗണ്ടിങ് അഗ്രിഗേറ്റ് ഗ്രോത്ത് ആണ് പറയുന്നത്. അത് 65% പ്രോഫിറ്റബിലിറ്റിയിൽ കൂടി, സെയിൽസിൽ 54% കൂടി. ഇറ്റ്സ് എ മാസീവ് ഗ്രോത്ത് ഇൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ബാലൻസ് ഷീറ്റ് നമ്മൾ ഓവർവ്യൂ ചെയ്യുകയാണെങ്കിൽ, സ്ട്രോങ് ലിക്വിഡിറ്റി പൊസിഷൻ, സ്ട്രോങ് ക്യാപിറ്റൽ ബേസ്, പ്രൊവൈഡിംഗ് എന്താ പറയുക ബഫർ അഗൈൻസ്റ്റ് മാർക്കറ്റ് വോളറ്റാലിറ്റി ആൻഡ് സപ്പോർട്ടിംഗ് എക്സ്പാൻഷൻ പ്ലാൻസ് കൊണ്ടും, പിന്നെ മാർക്കറ്റ് വോളറ്റാലിറ്റിനൊക്കെ ബീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു രീതിയിലുള്ള സെയിൽസും എന്താ പറയുക സ്ട്രെങ്ത്തും കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബിസിനസ് ഓവർവ്യൂ നമ്മൾ പോവുകയാണെങ്കിൽ, റവന്യൂ ഓൾറെഡി നമ്മൾ പറഞ്ഞത് MNCL റവന്യൂ പ്രൈമറി ഡെലിവേർഡ് ബ്രോക്കറേജ് 64%. ബ്രോക്കറേജ് നിന്ന് കമ്പനിക്ക് കിട്ടുന്ന റവന്യൂ ടോട്ടൽ റവന്യൂവിൻ്റെ 64% കമ്പനിക്ക് വരുന്നത് ബ്രോക്കറേജിൽ നിന്നാണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്ന് 25% വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ വരുന്ന ബാലൻസ് വരുന്നത് റവന്യൂ ഫ്രം അഡ്വൈസറി സർവീസിൽ നിന്നാണ്. ബാക്കിയുള്ള 69-89 ബാക്കി 11% നമുക്ക് കമ്പനിയുടെ റവന്യൂ വരുന്നത് അഡ്വൈസറി സർവീസിൽ നിന്നാണ്. പിന്നെ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, പ്രൊഡക്റ്റ് MNCL മൊണാർക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ലിമിറ്റഡ് നമുക്ക് ഓഫർ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറൈറ്റി ഓഫ് സർവീസസ് ഇൻക്ലൂഡിംഗ് ഇക്വിറ്റി ആൻഡ് കമ്മോഡിറ്റി ബ്രോക്കിംഗ്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇക്വിറ്റി അതുപോലെ തന്നെ കമ്മോഡിറ്റി ബ്രോക്കിംഗിൽ അവർ സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് IPOസിൽ അവർ സർവീസ് കൊടുക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ബോണ്ട്സ് ആൻഡ് മാർജിൻ ഫണ്ടിങ്. ഓൾമോസ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ അപ്സ്റ്റോക്സ്, സെറോദ, പിന്നെ ഏഞ്ചൽ വൺ പോലുള്ള സർവീസുകൾ, ഗ്രോ പോലുള്ള സർവീസസ് എന്താണ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ അതുപോലെ തന്നെ സർവീസ് കൊടുക്കുന്ന കമ്പനിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, നമുക്ക് ബേസ് 2016 ബേസ് എടുക്കുകയാണെങ്കിൽ വെറും 53.6 കോടി ബിസിനസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 326.8 കോടി ബിസിനസ്സിലേക്ക് അവർ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് CAGR എടുക്കുകയാണെങ്കിൽ 10 ഇയർ CAGR എടുക്കുകയാണെങ്കിൽ 54.32% ഗ്രോത്ത് ആണ്, ക്യുമുലേറ്റീവ് ഗ്രോത്ത് ആണ് സെയിൽസിൽ ഉണ്ടാക്കാൻ പറ്റില്ല. നെറ്റ് പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ 0.5 എന്ന 149.27 ആണ് വന്നിട്ടുള്ളത്. അതുപോലെ നെറ്റ് പ്രോഫിറ്റിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ 65% ഗ്രോത്തും കമ്പനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. റിസർവ്സും അതുപോലെ ബോറിങ്സ്. റിസർവ്സ് ബേസ് ഉണ്ടായിരുന്നത് 2016 ബേസ് വെറും 11.59 ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 718.33 കോടിയിലേക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു മാസീവായിട്ടുള്ള ഒരു റിസർവ്സ് അവർക്കുണ്ട്. അതേസമയം ബോറോയിങ്സ് 55.47 കോടിയിൽ നിന്ന് 9.2 ക്രോറിലേക്ക് കുറയ്ക്കാനും പറ്റിയിട്ടുണ്ട്. അതായത് റിസർവ്സ് കൂടി, അതേസമയം എന്താണോ കമ്പനിക്ക് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള ബോറോയിങ്സ് കൂടുന്നതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് മോശമായിട്ടുള്ള ആസ്പെക്ട്. അത് കുറയ്ക്കാനും പറ്റിയിട്ടുണ്ട്. റിസർവ്സ് കൂടാന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ജസ്റ്റ് മെൻഷൻ ചെയ്തു മാത്രം.
സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നമ്മൾ PNB കൊളാബറേഷൻ വന്നിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഇവരായിട്ട് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് MNCലായിട്ട് അവർ വന്നിട്ടുണ്ട്. സോ കോമ്പറ്റീറ്റീവ് എഡ്ജ് നമുക്ക് കസ്റ്റമർ ഈ ഒരു മേഖലയിലുള്ള ഒരു പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലുള്ള ഇന്ത്യ വൈഡായിട്ട് കിടക്കുന്ന നോക്കാൻ കോർണറിൽ എത്തിച്ചേർന്നിട്ട് ഒരു നാഷണൽ ബാങ്കിൻ്റെ ഒരു അസോസിയേഷൻ വരുമ്പോൾ, കൊളാബറേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് കമ്പനിക്ക് നല്ലൊരു ബൂസ്റ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൊരു കൊളാബറേഷനാണ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പാണ്. വിൻ സിറ്റുവേഷനിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ളത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സക്സസ്ഫുൾ എക്സിക്യൂഷൻ ലാർജ് ടിക്കറ്റ് ട്രാൻസാക്ഷൻ ഫോർ മേജർ കമ്പനീസ് എൻഹാൻസിംഗ് MNCL ക്രെഡിറ്റബിലിറ്റി ഇൻ മാർക്കറ്റ്. അതുപോലെ ഇത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ ലാർജ് ടിക്കറ്റ്സിന്റെ ട്രാൻസാക്ഷൻ കൂടി മാനേജ് ചെയ്യുന്നുള്ളത് മാത്രമാണ്. പിന്നെ ഗ്രോത്ത് ഇനീഷ്യേറ്റീവ്സ്, ഗ്രോത്ത് നമുക്ക് അസറ്റ് മാനേജ്മെന്റ് എക്സ്പാൻഷൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് അസറ്റ് മാനേജ്മെന്റ് ബൈ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് സപ്പോർട്ടഡ് ബൈ സിഗ്നിഫിക്കന്റ് ക്യാപിറ്റൽ റൈസസ്. ഒരു 1000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതായത് ഫ്യൂച്ചർ പ്ലാൻസിനകം നമ്മൾ എഴുതിയിട്ടുണ്ട്. പ്ലാൻസ് ടു ഇൻഫ്യൂസ് 1000 crore into existing and new business over 3 years, signaling robust growth. അത് ഓൾമോസ്റ്റ് 1000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ അവർ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത 3 വർഷം കൊണ്ട്. ദാറ്റ് മീൻസ് എ ഹ്യൂജ് ഗ്രോത്ത് അവർക്ക് നമുക്ക് ഈ ഒരു മേഖലയിൽ, ഈ ഒരു കമ്പനിയിൽ വരാൻ സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി അത് കമ്പനിയുടെ എന്താ പറയുക സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. 1000 കോടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിനാൻഷ്യൽ പെർഫോമൻസ്, ടോപ്പ് ലൈൻ ഗ്രോത്ത്, സെയിൽസ് അച്ചീവ്മെന്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എസ്പെഷ്യലി ആക്സിലറേറ്റ് ലാസ്റ്റ് 5 ഇയേഴ്സ് ഇതുണ്ടാവും. എസ്പെഷ്യലി ആക്സിലറേറ്റിംഗ് ഓവർ ലാസ്റ്റ് 5 ഇയേഴ്സ് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് ലാസ്റ്റ് 5 ഇയേഴ്സ്. അതിന് മുമ്പത്തെ 5 ഇയേഴ്സ് സ്റ്റാഗ്നന്റ് ആയിരുന്നു. സസ്റ്റൈൻ ഹൈ പെർഫോമൻസ്, നമുക്കത് പെർഫോമൻസ് സസ്റ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ് സൈനാണ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിലും അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിലും ഗ്രോത്ത്, മാസീവായിട്ടുള്ള ഓപ്പറേഷൻ ലെവറേജും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇംപ്രൂവ്ഡ് മാർജിൻ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രീ ടാക്സ് മാർജിൻസ് എക്സ്പാൻഡിങ് സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ അതായത് നെറ്റ് പ്രോഫിറ്റും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സെയിൽസ് മാത്രമല്ല നെറ്റ് പ്രോഫിറ്റും സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ബേസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് FY25 റിഫ്ലെക്ട്സ് സ്ട്രെങ്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സപ്പോർട്ട് ഫോർ ദി എക്സ്പാൻഷൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു റിസർവ്സ് നമുക്ക് ഓൾമോസ്റ്റ് 718 കോടിയോളം റിസർവ്സ് ഉണ്ട്. അപ്പോൾ കമ്പനിക്ക് പുതിയ എക്സ്പാൻഷനും കാര്യങ്ങൾക്കൊക്കെ തന്നെ ക്യാപിറ്റൽ ബേസ് ഇംപ്രൂവ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ബാലൻസ് ഷീറ്റാണ് കമ്പനിയുടെ കയ്യിലുള്ളത്. റിസർവ്സ് ആൻഡ് ലിക്വിഡിറ്റി, അത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തന്നെ വായിക്കേണ്ടതാണ്. എക്സ്പാൻഷൻ ഗ്രോത്ത് ഇൻ റിസർവ്സ് ആൻഡ് റോബസ്റ്റ് ലിക്വിഡിറ്റി പൊസിഷൻ ഇൻഡിക്കേറ്റ്സ് ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് പ്രിപ്പയർനെസ് ഫോർ മാർക്കറ്റ് വോളറ്റാലിറ്റി. മാർക്കറ്റ് വോളറ്റാലിറ്റിയിൽ ഉണ്ടാകുന്ന സമയത്ത് കമ്പനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ബാലൻസ് ഷീറ്റും കാര്യങ്ങളെല്ലാം തന്നെ അവർ ഓപ്പറേഷൻ മെത്തേഡുകളെല്ലാം വെച്ചിട്ട് സാധിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിൽ സാധിക്കും, പുതിയ എക്സ്പാൻഷനും സാധിക്കുന്നുണ്ട്. സോ കമ്പനിക്കൊരു എന്താ പറയുക നല്ല ഒരു ഫ്യൂച്ചർ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ക്യാപിറ്റൽ മാർക്കറ്റിലാണ് അവരുടെ ബിസിനസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വോളറ്റാലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അത് മാർക്കറ്റിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എന്താണ് ഹേർഡൽസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ എടുത്തു പറയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. പ്രോഫിറ്റ് ഫ്ലക്ച്വേഷൻ, സിഗ്നിഫിക്കന്റ് fluctuations in quarterly profits are reflected in of the company's reliance on capital market activities and investment broking deal closes. So പ്രോഫിറ്റ് ഫ്ലക്ച്വേഷൻസ് എങ്ങനെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് മാത്രമായിരിക്കണം ആരെങ്കിലും ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, മാർക്കറ്റ് ഡിപ്പെൻഡൻസി, മാർക്കറ്റിന് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏണിംഗ് വിസിബിലി വോളറ്റാലിറ്റി ടൈഡ് വിത്ത് സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് ആൻഡ് സെന്റിമെന്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനീസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മളൊരു ക്യാപിറ്റൽ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി മാർക്കറ്റിന്റെ വോളറ്റാലിറ്റി നമ്മളെ ബാധിക്കുകയും ചെയ്യും. Performance indicators, return on equity, MNCL, Monarch Network Capital Limited consistently delivers outperform ROE 28 to 31%. അതൊരു മാസീവ് ആയിട്ടുള്ള ഒരു ROE ആണ്. 28 to 31 എന്ന് പറഞ്ഞാൽ വളരെ മികച്ചൊരു അതാണ്. ഓവർ പാസ്റ്റ് 1 ഡിക്കേഡാണ്. അതായത് ഓൾമോസ്റ്റ് 10 years ആയിട്ട് ആവറേജ് എടുക്കണമെങ്കിൽ 28 to 31% CAGR ആണ്. അപ്പോൾ അത് ഒരു നല്ലൊരു റിട്ടേൺ ഓൺ equity CAGR ആണ് എന്നെ സംബന്ധിച്ച്. ഇൻഡിക്കേറ്റിംഗ് എഫിഷ്യന്റ് യൂസ് ഓഫ് ഷെയർ ഹോൾഡർ ക്യാപിറ്റൽ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റോക്ക് പെർഫോമൻസ്, ദി സ്റ്റോക്ക് ഹാസ് ഷോൺ എക്സ്പോണൻഷ്യൽ റിട്ടേൺ വിത്ത് ഹയർ CAGR ഓഫ് 5 and 10 year. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് 5 and 10 year. 5 years നമുക്ക് സ്റ്റോക്കിന്റെ CAGR ഓൾമോസ്റ്റ് 10 years 36%. സ്റ്റോക്ക് CAGR 10 years 36%. അത് സ്റ്റാഗ്നന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 5 years ഉൾപ്പെടെയാണ്. ലാസ്റ്റ് 5 years മാത്രം എടുക്കുകയാണെങ്കിൽ, അതായത് 2021 ശേഷം, പോസ്റ്റ് കോവിഡിന് ശേഷം മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ 96%. 5 year CAGR 96% CAGR ആണ്. മാസീവ് റിട്ടേൺ ആണ് ഒരു 2021 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിട്ട് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഗ്രോത്ത് മെട്രിക്സ്, സെയിൽസ് ഗ്രോത്ത്, ഹൈ സെയിൽസ് ഗ്രോത്ത്
upgrades confirms the company's successful growth trajectory and operational execution capabilities. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് ഇനിയുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. ഇംപ്രസീവ് പ്രോഫിറ്റ് ഗ്രോത്ത് റേറ്റ്സ് underscore the company operational efficiency and ability to capitalize on high margin business. High margin business ആണ്. സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. ഡെഫിനറ്റ്ലി കമ്പനി ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. ഷെയർ ഹോൾഡിംഗ് കോപ്പറേറ്റീവ് ആക്ഷൻസ് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത് 52.27 ആയിരുന്നു. അതിൽ നിന്ന് സ്ലൈറ്റ്ലി ഇംപ്രൂവ് ചെയ്തിട്ട് 52.88 52.88% ആണ് കറണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ളത്. സ്ലൈറ്റ്ലി ഇംപ്രൂവ് ചെയ്തിട്ട് ലാസ്റ്റ് 10 ക്വാർട്ടേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 0.61% ഇംപ്രൂവ്മെന്റ് അവരുടെ ഷെയർ തന്നെ ഒരു പ്രൊമോട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു നല്ല സൈനാണ്. സ്റ്റിൽ 53% ഉള്ള ഒരു ഷെയർ ഹോൾഡിംഗ് അത്ര മോശമില്ലാത്ത ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. പിന്നെ പബ്ലിക് ഹോൾഡിംഗ് ഉള്ളത് സ്ലൈറ്റ്ലി 41.6% 49.59%ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു ചെറിയൊരു സെറ്റ് ബാക്ക് ഉള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് ലാസ്റ്റ് ഒരു 10 ക്വാർട്ടേഴ്സ് ബിഫോർ FIS ഹോൾഡ് ചെയ്തിരുന്നത് 3.12% ആയിരുന്നു. അതിപ്പോൾ അവർ കുറച്ചിട്ട് 1.74 ആയിട്ടുണ്ട്. അവിടെ ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. FIS 3.12% എന്ന് 1.74%ലേക്ക് കുറച്ചിട്ടുണ്ട്. മീൻ ടൈം DIS 0 ഹോൾഡിംഗ് ആയിരുന്നു. അവർ 0.82% to 8.85% വരെ കഴിഞ്ഞ 3 ക്വാർട്ടറിൽ 82 തൊട്ട് 8.82% ആണ് കറണ്ട് ഹോൾഡിംഗ്. അപ്പോൾ 0 ഉണ്ടായിരുന്ന ആൾക്കാരെ അവർ DIS നല്ല രീതിയിൽ ഇതിനകത്ത് പൊസിഷൻ എടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി അതിനകത്ത് ഷെയർ ഹോൾഡിംഗ് പാറ്റേഴ്സിൽ നോട്ട് ചെയ്യുക. പ്രൊമോട്ടർ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് അവർ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ അവർക്കുള്ള വിശ്വാസം കൊണ്ടാണ് അവർ അതിലേക്ക് കൂടുതൽ ഷെയർസ് വാങ്ങിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഫൈനൽ പ്രൊവിൻഷ്യൽ അലോട്ട്മെന്റ് വാറൻസ് ടു നോൺ പ്രൊമോട്ടർ കാറ്റഗറി സിഗ്നൽസ് എക്സ്റ്റേണൽ ഇൻവെസ്റ്റർ ആൻഡ് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഫോർ ഗ്രോത്ത്. ഇത് നമ്മൾ കഴിഞ്ഞ 2021 ഒരു ക്യാപിറ്റൽ ഇൻഫ്യൂഷനാണ്. നോൺ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഇതിലാണ്. അത് നല്ല സപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത്. ഓൾമോസ്റ്റ് നല്ലൊരു പാർട്ടിസിപ്പേഷൻ വന്നിരുന്നു. അതൊരു പ്രൊഫഷണൽ അലോട്ട്മെന്റിൽ നല്ല ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്ത് തന്നെ എന്താ പറയുക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിലുള്ളൊരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് ടേം സ്ട്രാറ്റജി മോണിറ്ററിംഗ് സ്ട്രാറ്റജിക്ക് ഇമ്പാക്ട് ഓൺ റീസെന്റ് കോർപ്പറേഷൻ ആക്ഷൻസ് ആൻഡ് ക്രൂഷ്യൽ ഫോർ ആക്സസിംഗ് ലോങ് ടേം ഗ്രോത്ത് ആൻഡ് അക്സസിബിലിറ്റി. നമ്മൾ ലോങ് ടേമിൽ എടുക്കുമ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എപ്പോഴും നമ്മൾ കോർപ്പറേറ്റ് ആക്ഷൻസും അതുപോലെ തന്നെ നമ്മൾ റിസൾട്ട് ഒരു ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരു ക്വാർട്ടർ ക്യാപിറ്റൽ മാർക്കറ്റിലാണ് സ്റ്റിൽ പറയുന്നു. അപ്പോൾ വോളറ്റാലിറ്റിക്ക് സാധ്യതയുണ്ട്. ഒരു ക്വാർട്ടറിലോ 2 ക്വാർട്ടറിലോ പെർഫോമൻസ് മോശമായതുകൊണ്ട് മാത്രം കമ്പനി ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അനലൈസ് ചെയ്യുക. ഒരു 3 അല്ലെങ്കിൽ 4 ക്വാർട്ടറിലെ ഒരു റിപ്പോർട്ട്സൊക്കെ വളരെ മോശമായിട്ട് വരുന്ന ഘട്ടത്തിൽ നമ്മൾ അതിനനുസരിച്ച് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട്സ് പരമാവധി അനലൈസ് ചെയ്ത് മാത്രം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന കണ്ടിന്യൂ ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.